ഗുഡ് മോർണിംഗ് എല്ലാ മലയാളികൾക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ നെക്സ്റ്റ് ഒരു വീക്കിലെ ടാരോ കാർഡ് റീഡിംഗ് ആണ് നോക്കുന്നത്. നെക്സ്റ്റ് ഒരു വീക്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ, ലവ് റീഡിങ്ങിലായാലും ഹെൽത്തിലായാലും നമ്മുടെ ഓവറോൾ ലൈഫിൽ എന്തായിരിക്കും നമ്മളുടെ ഒരു അവസ്ഥ, എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചോയ്സ് ഈ ക്രിസ്റ്റൽ ബോളാണ്. നമുക്ക് കാണാം, ഇതൊരു സെലനൈറ്റ് ക്രിസ്റ്റൽ ബോളാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ചോയ്സ് ഈ ഒരു ഇതാണ് ഫ്രാഗ്രൻറ്റ്, ഇതിൻ്റെ നമ്മൾ ചന്ദനത്തിലേക്ക് കുത്തിവെക്കുന്ന ഒരു ഇതാണ്. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്മോക്ക് വരുന്ന ഇത് കുത്തിവെക്കണം. ദെൻ ഇത് വന്നിട്ട് ഒരു റോസ്, വൈറ്റ് റോസ്. അപ്പോൾ ഇതിനെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഇൻറ്റ്യൂഷനോട് ചോദിച്ചിട്ട് ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 1 ഈ selenite crystal, and pile number 2 this is the one, and pile number 3 the white rose. Okay, so നമ്മളിപ്പോൾ pile number 1ലേക്ക് പോവാണ്. ഓക്കെ, നമ്മളുടെ വരുന്ന ഒരാഴ്ച എന്തായിരിക്കും, എങ്ങനെയാണ് എന്ന് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ വീക്കെൻഡൊക്കെ ഇന്നിപ്പോൾ സൺഡേ ആണ് അവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സാറ്റർഡേ ഒക്കെ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്തൊരാഴ്ച എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 1 pile number 1 pile number 1. Okay. I can't take this, I'm sorry. നമ്മുടെ മലയാളം ചാനൽ മുന്നിലേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. കമൻസ് ഒക്കെ ഇടുന്ന എല്ലാവർക്കും നന്ദി. ഇതേ കണ്ടോ, ഇത് നിങ്ങളുടെ ഒരു എനർജിയുടെ ലെവലാണത്, മനസ്സിലായോ? ഓക്കെ, ബട്ട് 1 ഈസ് ഓപ്പൺ. ആ ഓപ്പൺ ആയിട്ടുള്ളത് ഞാൻ പുറത്തെടുക്കുകയാണ്. അപ്പം അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അതുകൊണ്ടാണ് അത് വന്നത്. ഓക്കെ, pile number 1. Okay, again the same. Okay, for your health. Okay, for pile number 1, health. I saw something came here. എന്തോ കണ്ടു, പക്ഷെ അത് തിരിച്ചു പോയി. ഓക്കെ, pile number 1, health. Okay. Okay, health wise. All right. Okay, so then your universal message for coming week. യൂണിവേഴ്സൽ മെസ്സേജ് ഫോർ ഇത്. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലവ് റീഡിംഗ് ഒന്നുമല്ല. ഇതൊരു കമ്മിങ് വീക്കിൽ നിങ്ങളുടെ ഓൾ ഓവർ ലൈഫാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കണം. ഓൾറൈറ്റ്. ഓക്കെ, റൈറ്റ്. ഡോണ്ട് കെയർ എവിടെയാണ് ഞാൻ കാർഡ് വയ്ക്കണേ എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വരുന്ന ഒരാഴ്ചയിൽ എനിക്ക് കാണാൻ പറ്റുന്നത് വളരെ പാഷനേറ്റ് ആയിട്ട് വളരെ ദിസ് ഈസ് ദ ഫസ്റ്റ് കാർഡ് ഐ ഗോട്ട്, നൈറ്റ് ഓഫ് വാൻഡ്സ്. ഇത് എന്ന് പറഞ്ഞാൽ വളരെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എക്സ്ട്രീം പാഷനോടുകൂടി, എക്സ്ട്രീം ഫയർ എനർജിയോടുകൂടി, അല്ലെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും നല്ലൊരു എന്താ പറയുക, പുതിയത് എന്തെങ്കിലും തുടങ്ങാനായിട്ട് ഏറ്റവും വേണ്ടുന്ന ഒരു സംഭവമാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതിനകത്ത് എന്തോ പുതിയതായിട്ട് പുതിയൊരു ഐഡിയയും പുതിയൊരു എന്താ പറയുക
ക്രിയേറ്റീവ് ഐഡിയയോ അല്ലോ സം സോർട്ട് ഓഫ് ഐഡിയ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയാം. ഓക്കെ, ഇതിനകത്തൊരു 8 ഓഫ് കപ്സ് നമുക്ക് കാണാം. നിങ്ങൾ എന്തിനെയോ പഴയതായിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ ആവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഇമോഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സിറ്റുവേഷൻ ആവാം, അതിനെ നിങ്ങൾ ലീവ് ചെയ്യണം. പഴയതിനെ ലീവ് ചെയ്യണം. നിങ്ങളത് ആ ഒരു ഇതിനെക്കുറിച്ച് നിങ്ങൾ അവലോകനം ചെയ്ത് പഠിച്ച് ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് വേണ്ട, ഐ ക്യാൻ ലീവ് ദിസ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ ഒരു വരുന്ന ആഴ്ച ഒരു അവസ്ഥയെ നിങ്ങൾ ലീവ് ചെയ്തിട്ട് നിങ്ങളൊരു പുതിയ അവസ്ഥയിലേക്ക് അതിൻ്റെ ഒരു ഇമോഷൻ്റെ ഒരു എക്സ്ട്രീം, അതായത് എന്താ പറയുക, നിങ്ങളിത് ലീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇമോഷൻസ് ഒക്കെ വരാം. ഓക്കെ, അതൊരു എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നേക്ക് ആയിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് വരാം. അങ്ങനെ ഒരു ഇമോഷണൽ ഫീലിംഗ് വന്ന് നിങ്ങളത് ലീവ് ചെയ്തിട്ട് ഫർദർ എഹെഡ്, അതായത് വീക്കിൻ്റെ ഒരു പകുതി മുതൽ നിങ്ങളൊരു പുതിയ സ്റ്റാർട്ട് തുടങ്ങാനായിട്ട്, അത് എന്തും ആയിക്കോട്ടെ, ക്രിയേറ്റീവായിട്ട്, ലോജിക്കായിട്ട്, വളരെ പ്രാക്ടിക്കലായിട്ട്, വളരെ ഇൻ്റലക്ച്വലായിട്ട് ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ പഴയതിനെ നിങ്ങൾ അത് ഇമോഷനാവട്ടെ, വ്യക്തിയാവട്ടെ, വാട്ട് എവർ ദ സിറ്റുവേഷൻ, അത് നിങ്ങൾ ലീവ് ചെയ്തിട്ട് പുതിയൊരു ഉണർവിലേക്ക് വരുന്നു. ഏസ് ഓഫ് സോർഡ്സ്, പുതിയൊരു ന്യൂസ് നിങ്ങളെ തേടി എത്താനായിട്ടുള്ളൊരു വഴിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ എന്തും ആവട്ടെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വരുന്ന ഒരാഴ്ച വരുന്നുണ്ട്. ഇനി 2 ഓഫ് വാണ്ട്സ് ഉണ്ട്, 2 ഓഫ് കോയിൻസ് ഉണ്ട്. ഇപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പുതിയ സ്റ്റാർട്ട്, പഴയതിന് നിങ്ങൾ ലീവ് ചെയ്തു, പുതിയൊരു സ്റ്റാർട്ട് തുടങ്ങണം എന്നുള്ള വളരെ അതിയായ ആഗ്രഹം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ 2 ഓഫ് വാണ്ട്സും 2 ഓഫ് കോയിൻസും. ചിലപ്പോൾ നിങ്ങളൊരു മൾട്ടി ടാസ്ക്ഡ് ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു കാർഡാണ്. അതല്ല, ഡയറക്ഷൻ ലോസ് ആണ് നിങ്ങൾക്കെങ്കിൽ ഇത് അത്ര പോസിറ്റീവ് അല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡയറക്ഷൻ ലോസ്, അതായത് നിങ്ങൾക്ക് എന്തോ തുടങ്ങണം പുതിയതായിട്ട്, പുതിയ കുറേ ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനകത്ത് ഏത് വേണം, അല്ലെങ്കിൽ ആരെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് വേണം എന്ന് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവാം. അല്ലെങ്കിൽ മൾട്ടി ടാസ്ക്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറേ അധികം റിസോഴ്സസ് ഉണ്ടാവാം. ആ റിസോഴ്സസിൽ ഏത് യൂസ് ചെയ്തിട്ട് ഏത് വഴി കൂടെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ എന്തിനെയോ ലീവ് ചെയ്യാൻ പോവുകയാണെന്ന്. യെസ്, യു ആർ ഗോയിങ് ടു ലീവ്. ഇതൊരു എൻഷുർമെന്റ് കാർഡാണ്. എൻഷുർ ചെയ്യണം, അഗെയിൻ ഷുവർട്ടി തരാണ്. യു ഗോയിങ് ടു ലീവ് സംതിങ് ബിഹൈൻഡ്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരാഴ്ചയിൽ നിങ്ങൾ ലീവ് ചെയ്തിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകാനായിട്ട് ഇത്തിരി വേദനിക്കുന്നുണ്ടാവാം. പക്ഷേ ഇറ്റ് ഈസ് ഹാവ് ടു ബി. അങ്ങനെ നിങ്ങൾ ജീവിതത്തിലേക്ക് ഫ്രണ്ടിലേക്ക് പോയേ പറ്റൂ. അത് അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ ലീവ് ചെയ്യുന്നത്. ഓക്കെ, ഇമോഷണലി ഇത്തിരി കൂടി അറ്റാച്ച്മെന്റ് ഉള്ളതായിരിക്കാം. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ്. ഇത് ഇവരുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ ക്വീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, രാജ്ഞിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമുക്ക് വളരെ അനലറ്റിക്കലായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ കാലിബേർഡ് ആയിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടർ. ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു മെയിൽ ക്യാരക്ടറായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതൊരു കാർഡ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. കഴിവുള്ള പുതിയൊരു തുടക്കം. ഞാൻ പറഞ്ഞു ഏസ് ഓഫ് സോർഡ്സ് ഇവിടെയുണ്ട്. ഇത് ഏസ് ഓഫ് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിലുള്ള ഇന്റലക്ച്വൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു പ്രാക്ടിക്കാലിറ്റി ഉപയോഗിച്ച് എങ്ങനെ മുന്നിലേക്ക് പോകാമെന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് ഈ ഒരു ലെവൽ. ഈ ഒരു ലെവലിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കട്ട് ചെയ്യേണ്ടവരെ കട്ട് ചെയ്തും അല്ലാത്തവർക്ക് നല്ല രീതിയിലുള്ള പ്രോമിനന്റ് റോള് കൊടുക്കുന്നവർക്ക് പ്രോമിനന്റ് റോള് കൊടുത്തും, കട്ട് ചെയ്യേണ്ടവരെ കട്ട് ചെയ്തും, കട്ട് ചെയ്യേണ്ട ഇമോഷൻസിനെ കട്ട് ചെയ്തും, അല്ലാത്തവയെ കൂടെ നിർത്തിയും വളരെ ലോജിക്കലായിട്ട് തീരുമാനങ്ങൾ എടുത്ത് ഫ്രണ്ടിലേക്ക് പോകുന്ന ഒരു കാർഡാണ്. അപ്പോൾ പൈൽ നമ്പർ 1 വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീക്കാണെന്നാണ് ഞാൻ പറയുക. പഴയതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത് തന്നെ ഒരു നല്ല ഒരു കാര്യമാണ്. ഓക്കെ, അത് നമുക്ക് സെർവ് ചെയ്യുന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഹെൽത്ത് സിറ്റുവേഷനിലേക്ക് നമുക്ക് പോവാം. പാസ്റ്റിലെ ഏതോ ഒരു സിക്നസിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ അത് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എനിക്കിവിടെ 6 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡും സ്റ്റാർ കാർഡും ഉണ്ട്. ഇത് രണ്ടും വാട്ടർ സൈൻ ആണ്. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നോട്ട് ഇനഫ് വാട്ടർ, ഓക്കെ, നല്ല രീതിയിലുള്ള വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. യു
യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ളവർ, അത് പാസ്റ്റ് രീതിയിലുള്ളവർ അത് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ഇതിനകത്ത് നൈറ്റ് ഓഫ് സോൾസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു എയർ സൈനാണ്. അപ്പോൾ എന്തെങ്കിലും ഗ്യാസ് ഓറിയൻറ്റഡ് ആയിട്ടോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ബ്ലോട്ടിങ് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ രീതിയിലുള്ള നാട്ടുമരുന്നോ അല്ലെങ്കിൽ നമ്മുടെ അമ്മച്ചിമാരോടൊക്കെ പഴയ കാലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഗാർലിക്കോ അങ്ങനെയൊക്കെ കഴിച്ച് ആ ബ്ലോട്ടിങ് കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം ബ്ലോട്ടിങ് ചെയ്യുന്ന ഒരു ഇത് നമുക്ക് അതിനകത്ത് കാണാം. ഓക്കെ, പിന്നെ വരുന്നത് 8 ഓഫ് കപ്സ് ആണ്. 8 ഓഫ് കപ്സ് അഗെയിൻ വാട്ടർ എനർജിയാണ്. പക്ഷെ അത് വറി ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, പക്ഷെ പ്രതീക്ഷയുണ്ട്. അപ്പം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. വാട്ടർ ആൻഡ് എയർ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണുന്നത്. ഫയറിന് അത്ര വലിയ പ്രോബ്ലംസ് ഇല്ല, ദഹനം കറക്റ്റ് ആയിരിക്കും. പക്ഷെ ബ്ലോട്ടിംഗ് ഉണ്ട്, ബ്ലോട്ടിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഇങ്ങനെ അതിനെന്താ പറയുക, നമുക്കിങ്ങനെ നെഞ്ചരിച്ചിൽ വരിക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു രീതി ഉണ്ടെങ്കിൽ അങ്ങനത്തെ രീതി ഉള്ളവർക്ക്, ഇതെല്ലാവർക്കും അതുപോലെ ഉണ്ടാവണമെന്നില്ല കേട്ടോ ഞാൻ പറയുന്നത്, ഉള്ളവർ അതിന് തക്ക മെഡിസിൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം ധാരാളം കുടിക്കാം. കാരണം ഇവിടെ സ്റ്റാർക്കാണ്, ഡേഗൈൻ വാട്ടർ സൈൻ ആണ്. വാട്ടർ സൈൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ, സ്കോർപിയോ, പൈസിസ് എന്ന് പറഞ്ഞാൽ കർക്കിടകം, സ്കോർപിയോ എന്ന് പറഞ്ഞാൽ വൃശ്ചികം, പിന്നെ മീനം, ഈ 3 രാശിക്കാരുടെ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം ധാരാളം കുടിക്കാൻ ശ്രമിക്കുക. ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക്, അതായത് ഓവറായാലും പ്രശ്നമാണ്, ന്യൂട്രലായിട്ട് പോകണം. ഇപ്പം ഡേറ്റിംഗ് ഒക്കെ എടുക്കുന്നവർ ഈ എന്താ പറയുക, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടേ ഡയറ്റ് ചെയ്യാൻ വാട്ടർ അധികമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. വാട്ടർ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്ടർ കുടിക്കുന്നതല്ലാണ് 3 ലിറ്റേഴ്സ് വരെ ഓക്കെയാണ്. അതിൽ കൂടുതൽ കുടിക്കുന്നതും പ്രശ്നമാണ്. അപ്പോൾ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽത്തിൽ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് അറിയാനും ഒരു സാധ്യതയുണ്ട് ചെറിയ രീതിയിൽ. ഇവിടെ നൈറ്റ് ഓഫ് സോൾസ് ഉണ്ട്. അപ്പോൾ ഹെൽത്തിനെ കുറിച്ച് എന്തോ ഒരു ന്യൂസ് നിങ്ങൾക്ക് അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്താനോ ഒക്കെ ഒരു സാധ്യത ഉള്ളതായിട്ടും നമുക്ക് ഇതിൽ നിന്ന് കാണാം. ഇനി നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജ് നെക്സ്റ്റ് വീക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് കോൺസെൻട്രേഷൻ, ഞാൻ പറഞ്ഞല്ലോ, കോൺസെൻട്രേഷൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ഷൻ ലോസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് അല്ലെങ്കിൽ പ്ലാൻസ് ഉണ്ടെങ്കിൽ, ഇഷ്ടംപോലെ പ്ലാൻസ് ആണ്, അതിനകത്ത് ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ട് ലോങ് റണ്ണിലേക്ക് ബെസ്റ്റ് ആണെന്ന് തോന്നുന്നത് സെലക്ട് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുക. എൻ്റെ ഈ ഗ്ലാസ് ഭയങ്കര പ്രോബ്ലമാണ്, ഭയങ്കര ലൂസാണത്. കാര്യം മേടിച്ചപ്പോൾ ഭയങ്കര കാശൊക്കെ ആയെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര ലൂസാണ്. ഞാൻ ഗ്ലാസ്സസ് ഉപയോഗിക്കാറില്ലാത്തതാണ്, ഞാൻ ലെൻസ് ഉപയോഗിക്കാറ്. പക്ഷെ റീസെയിൽ ഒരു 5-6 മാസം മുമ്പ് എനിക്ക് കണ്ണിൽ എൻ്റെ മോൻ്റെ കൈ കൊണ്ടതാണ് അറിയാതെ, അങ്ങനെ വന്നപ്പോൾ ഞാൻ ഗ്ലാസ് മേടിച്ചതാണ്. പിന്നെ അത് മാറ്റാനൊന്നുമില്ല, പക്ഷെ നോക്കണം ഇനിയിപ്പോൾ. ഓക്കെ, ഞാൻ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഡ്രൈവ് പറയുന്നുണ്ട്. ഈ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനെ വിട്ടിട്ട് ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള ഒരു ഡ്രൈവ്, അതല്ലെങ്കിൽ ഒരു ട്രാവൽ നിങ്ങൾക്ക് കാണിക്കാം, ട്രാവൽ ആവാം, അതല്ലെങ്കിൽ വൺ സിറ്റുവേഷൻ ടു ദ അനദർ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പഴയതിനെ വിട്ട് പുതിയൊരു കാര്യം നടക്കാനായിട്ട് സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഏരിയയിലേക്ക് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന, ഫിസിക്കലി ആവാം, അല്ലെങ്കിൽ വീട് മാറുന്നതാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞ് വേറൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നതാവാം. അങ്ങനെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സംഭവിക്കും. അങ്ങനെയാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷെ ഇതിലെല്ലാം നിങ്ങൾക്ക് വേണ്ടത് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ്. അത് കണ്ടുപിടിക്കാൻ സ്വയം ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ, മെഡിറ്റേഷൻ്റെ വീഡിയോ ഉണ്ട്. നിങ്ങൾ എന്തുമാത്രം സീരിയസ് ആയിട്ട് അതൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മെഡിറ്റേഷൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു. അവർക്ക് ഒരാഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ കാണാം. അപ്പോൾ പോസിറ്റീവ് ഔട്ട്ലുക്ക് ജീവിതത്തിൽ എടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. വളരെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള വീക്സ് ആണ് ഇനി ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്നത്. വളരെ എനർജറ്റിക്, വളരെ അതായത് ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യേണ്ട, ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ്. ഹാർഡ് വർക്ക് ചെയ്താൽ ഫലം കിട്ടുകയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയവും ആണ് എന്നാണ് ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സ് ഇതിൽ നിന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫയൽ നമ്പർ 1 കിട്ടിയിട്ടുള്ള എല്ലാവരും
ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ചിന്തിച്ചിട്ട് ഹെൽത്ത് വൈസും നിങ്ങളുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസും കറക്റ്റായിട്ടുള്ള വഴികളും തിരഞ്ഞെടുക്കാൻ ഇനി നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ അവരുടെ അടുത്ത് അഡ്വൈസ് ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പൈൽ നമ്പർ 1 പറയാനുള്ളത്. സോറി. ഓക്കെ, ഇനി നമ്മൾ പൈൽ നമ്പർ 2 പോവാണ്. ഇപ്പോൾ നമ്മളിത് മാറ്റി വെച്ചു. ഓക്കെ, സോ പൈൽ നമ്പർ 2 ഇത് സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാവരും പൈൽ നമ്പർ 2. ഓക്കെ, ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഇത് എന്തിട്ട് സമാനമാണോ അങ്ങനെ ചിന്തിക്കേണ്ട. ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാഗ്രൻസ്, ഈ സ്മോക്കിൻ്റെ ഇത് വരുന്നൊരു സംഭവമാണ്. അതിങ്ങനെ നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് സ്മോക്ക് വരും. ഓക്കെ, അപ്പോൾ അതാണ് ഈ സംഭവം. ഓക്കെ, ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വരുന്ന ഒരാഴ്ച എന്തായിരിക്കും എന്ന് കാണണം. അതിൽ മുകളിലത്തെ കുറച്ച് കാർഡ്സ് നമ്മുടെ പ്രീവിയസ് കാർഡ്സ് ആണ്. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. മനസ്സിലായോ? അപ്പം പ്രീവിയസ് കാർഡ്സ് കുറച്ച് ഇതാണ്. ഞാൻ അത്ര ഫാസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഈ കാർഡ് ഷഫലിങ്ങിന് അത്ര എക്സ്പേർട്ട് അല്ല ഞാൻ. പക്ഷേ കിട്ടുന്നത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് അത്രയേ ഉള്ളൂ. ഓക്കെ, പൈൽ നമ്പർ 2. ഓ മൈ ഗുഡ്നെസ്, വെരി ഗുഡ് കാർഡ്. ഓക്കെ, പൈൽ നമ്പർ 2. ഓ again, pile number 2. Okay. Pile number 2 for coming week. Pile number 2 for coming week. All right. ഇവിടെയും ഡയറക്ഷൻ ലോസ് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. ഓക്കെ, ഇവിടെയും എന്തോ ലീവ് ചെയ്യുന്നുണ്ട് ഒരു situation. Okay, all right. Okay, now what is your health for pile number 2? Health situation, pile number 2. Okay. Okay. Okay, again victory. Okay. All right. So, യൂണിവേഴ്സൽ കാർഡ് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇതിനകത്ത് എനിക്ക് കാണുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ 6 of Wands എന്ന് പറഞ്ഞിട്ട് വിക്ടറി കാർഡ് നമ്മൾ കാണുന്നുണ്ട്. 6 of Wands എന്ന് പറഞ്ഞാൽ വളരെയധികം പാഷനേറ്റ് ആയിട്ട് വിക്ടറി ചെയ്ത് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഇവർ വിക്ടറി നേടുന്നത്. അല്ലാതെ വെറുതെ പെട്ടെന്നൊരു സന്ദർഭത്തിലൂടി കിട്ടുന്ന ഒരു വിക്ടറി അല്ല. സോ ദേ ആർ ഡൂയിങ് വെരി വെൽ. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ കിട്ടുന്ന വിക്ടറിയാണ് കാണിക്കുന്നത്, സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ദെൻ 9 of Coins. 9 of Coins എന്ന് പറഞ്ഞാൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അടുത്തൊരാഴ്ച അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ നിങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആവാൻ, നിങ്ങൾ സ്വന്തം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ സാമ്പത്തികമായിട്ട് ഫ്രണ്ടിലേക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലവും ഇമോഷണൽ ഇൻഡിപെൻഡൻറ്റും സ്വന്തമായിട്ട് സ്വന്തം നിലയിൽ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് എങ്ങനെ മുന്നിലേക്ക് പോകാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് അഗെയിൻ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഓപ്ഷൻസിൽ ഏത് സെലക്ട് ചെയ്യണം, ഏത് ഡയറക്ഷനിൽ പോകണം എന്നുള്ളത് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ നിങ്ങൾ മാറ്റി കറക്റ്റായിട്ടുള്ളൊരു അഡ്വൈസ് മേടിക്കേണ്ട അടുത്തുനിന്ന് കിട്ടാനായിട്ട് അല്ലെങ്കിൽ മേടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ചോദിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അഗെയിൻ ക്വീൻ ഓഫ് സോർട്സ് കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അഗെയിൻ 6 of Swords. കണ്ടോ, ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നില്ല എന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇവിടെ കംപ്ലീഷൻ കാർഡാണ്, വേൾഡ് കാർഡ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നില്ല, ഭാവിയിലേക്ക് അത് ഗുണം ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ ലീവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് 6 of Swords. ഓക്കെ,
അത് നിങ്ങൾ ലീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എന്നിട്ട് ഫ്രഷ് ആയിട്ട് ഒരു സ്റ്റാർട്ട് വരാൻ വേണ്ടിയിട്ട് ഈ 6 ഹൗസോടിൽ കൂടെ നിങ്ങൾ പോവാണ്. അതായത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് നെക്സ്റ്റ് ഒരു ബാങ്ക് ഓഫ് റിവർ, അതായത് അടുത്തൊരു കരയിലേക്ക് എങ്ങനെ പോകണം എന്ന് ചിന്തിച്ച് പോകാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ലോജിക്കൽ പവറും ഇൻ്റലക്ച്വൽ പവറും എങ്ങനെ പെരുമാറണം ഒക്കെ ഉള്ള ഒരു വഴികാട്ടിയായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്ത്രീ രൂപത്തിൽ വരികാനോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ രീതിയിൽ വരുവാനോ ഒരു ഇമെയിൽ രീതിയിൽ വരുവാനോ അങ്ങനെ ഒരു അറിവ് കിട്ടി ആ ഒരു പെർട്ടിക്കുലർ ഒരു എന്താ പറയുക സെക്ഷനിലേക്ക് തിരിഞ്ഞു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ എനിക്ക് കാണുന്നത് 4 ഓഫ് കോയിൻസ് ആണ്. 4 ഓഫ് കോയിൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പൊസസീവ്നെസ് ഉള്ള ഒരു എനർജി, അതല്ലെങ്കിൽ നമ്മൾക്കുള്ളതൊക്കെ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി, ഒരു പിശുക്കിൻ്റെ ഒക്കെ ഒരു എനർജിയാണ് നമുക്ക് ഇതിനകത്ത്. ഒരു 4 ഓഫ് സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പിശുക്കുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ളവരാണെങ്കിൽ ശ്രമിക്കുക, ചാരിറ്റി ചെയ്യാനൊക്കെ ആയിട്ട് ഒന്ന് ശ്രമിക്കുക, അത് നല്ലതായിരിക്കും. ഇനി സ്റ്റെബിലിറ്റി ജീവിതത്തിൽ ഇല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ട്. കാരണം വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു 9 ഓഫ് കോയിൻസ് ആണ് ഇവിടെ കാണുന്നത്. വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് നമ്പർ 2. കാരണം വിക്ടറി ഒക്കെ കാണുന്നുണ്ട്. വളരെ മാത്രമല്ല ഈ ഹെൽത്തിൽ വളരെ സ്ട്രെങ്ത് കാണുന്നുണ്ട്. വളരെ നല്ല ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരു വീക്കാണ് ഹെഡ് എനിക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ പാസ്റ്റിൽ സംതിങ് പ്രോബ്ലം വിത്ത് ദ ഹെൽത്ത് ഉണ്ടായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഓപ്ഷൻസ് എന്തെങ്കിലും ടെസ്റ്റ് നടത്താൻ, ഏതെങ്കിലുമൊക്കെ ടെസ്റ്റ് നടത്താൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് ടെസ്റ്റ് നടത്തണം, എന്ത് ചെയ്യണം എന്നറിയാണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവനവൻ്റെ ഇൻഡ്യൂഷനോട് ചോദിച്ച് ഡിസിഷൻ എടുക്കണം. കാരണം ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. അവനവൻ്റെ ഇൻഡ്യൂഷനോട് ചോദിച്ച്, മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുകയല്ല, അവനവൻ്റെ ഇൻഡ്യൂഷനോട് ചോദിച്ച് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് ഹെൽത്തിൽ മുന്നോട്ട് പോകാൻ നോക്കിയിരിക്കണം. ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേക കാര്യത്തിൽ ഹെൽത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ ഹെൽത്തിൻ്റെ റിസൾട്ട് വരുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ല റിസൾട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരാനായിട്ടുള്ള ഒരു കാര്യം ഇവിടെയുണ്ട്. പിന്നെ ഈ സക്സസ് ഇവിടെ ഡബിൾ ഷുവർട്ടിയാണ്, കണ്ടോ, ഇവിടെ ഒരു സക്സസും കൂടി ഉണ്ട്. അപ്പം കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വീക്സ് ആണ് അഹെഡ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു പുതിയ എന്തെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ പോവുകയാണെന്ന്. അത് വീണ്ടും കണ്ടോ, പേജ് ഓഫ് സോർട്സ് എഗെയിൻ വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പുതിയ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക്, കാരണം പഴയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സെർവ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി അത് മുന്നിലേക്ക് അതിനെ മാറ്റി പുതിയ ഒരു രീതിയിലേക്ക് ചിന്തിക്കാനായിട്ട് എല്ലാവരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ മാത്രമല്ല, പൊതുവെ ഇപ്പോൾ യൂണിവേഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത്. ഓക്കെ, നിങ്ങൾക്ക് കമ്മിങ് വീക്കിൽ എന്താണ് നിങ്ങളുടെ ഈ എന്താ പറയുക മെസ്സേജസ്, യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കണമല്ലോ. നമ്പർ 2. ഓക്കെ, അത് തന്നെ ഡിസിഷൻ. അപ്പോൾ ഡിസിഷനിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, കാരണം എനിക്കറിയാം ഒരു സൈക്കിൾ എൻഡ് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നില്ല, അപ്പോൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം. ആ സ്റ്റോപ്പിങ്ങിൽ നിങ്ങൾക്ക് ചില പെയിൻസ് ഉണ്ടാവാം, അത് നോർമലാണ്. അത് എനിക്ക് മനസ്സിലാവാം. നോർമലായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് തന്നെ ധരിച്ചിട്ട് ഫ്രണ്ടിലേക്ക് പോകണം. കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. കാരണം ഡിപ്രഷൻ നമുക്കൊന്നും കൊണ്ടു തരില്ല, സാഡ്നെസ് നമുക്കൊന്നും കൊണ്ടു തരില്ല. നമ്മൾ ഹാവ് ടു ലുക്ക് അറ്റ് ഫോർ ദ വിക്ടറി എന്നും ഞാൻ പറയില്ല. ഫ്രണ്ടിലേക്ക് മര്യാദയ്ക്ക് പോകാനായിട്ടുള്ള, അല്ലെങ്കിൽ മിനിമം ലെവലിലെങ്കിലും പോകാനായിട്ടുള്ളൊരു എനർജി നമുക്ക് വേണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കണം. അപ്പോൾ ഡിസിഷനിൽ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷനും എടുക്കാനായിട്ട് ഈ ആഴ്ചയിൽ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പിന്നെ ഹോൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു വൺനെസ് എനർജിയാണ്. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. ചിലപ്പോൾ നമ്മളങ്ങനെ കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിശുക്ക് കാണിക്കുന്നുണ്ടാവും. കൊടുക്കുന്ന സ്നേഹത്തിനും കിട്ടേണ്ട സ്നേഹത്തിനും ഒക്കെ ഇതിനൊക്കെ ചെറിയ ചെറിയ പിശുക്കുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കാനായിട്ട് അത്രയധികം ശ്രമിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒരു ഹോൾനെസ് വൺനെസ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പൈൽ നമ്പർ 2 ഈ വീക്കിൽ നമ്മുടെ അവസാനിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്നതാണ്. ഓക്കെ, ഓൾറൈറ്റ്, പൈൽ നമ്പർ 3 ഈ വൈറ്റ് റോസ് എടുത്തവരുടെയാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. പൈൽ നമ്പർ 3. ഓക്കെ,
പൈൽ നമ്പർ 3യുടെ നമ്മൾ നോക്കുകയാണ്. നിങ്ങൾക്കറിയാലോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങൾ ഉണ്ടാകാത്തവരൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്ത് മുന്നിലേക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ സോ പൈൽ നമ്പർ 3. Okay. Oh my goodness. Okay, so pile number 3. Pile number 3 ഇപ്പോൾ ആകെ വരുന്നൊരാഴ്ചയിൽ കുറച്ചധികം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. വളരെ ജീവിതത്തിൽ വളരെയധികം ദുഃഖം ഇപ്പോൾ അത് എന്തിൻ്റെ പേരിലായാലും, സ്നേഹത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കാം, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് വളരെയധികം മാനസികമായിട്ട് ഡീപ്പായിട്ട് പെയിൻഫുൾ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഒരാഴ്ചയിലത്തെ റീഡിങ്ങിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അതിൽ ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവാം. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു ഗോസ്റ്റിംഗ് എഫക്റ്റ്, ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറക്കില്ലാത്ത അവസ്ഥ, എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകണം, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരം ഭയം, അല്ലെങ്കിൽ മുന്നിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ളൊരു ഭയം, ചുറ്റുമുള്ളവരൊക്കെ നമുക്കിട്ട് പണിയാണോ എന്നുള്ളൊരു ഭയം, എൻ്റെ മാത്രം ജീവിതം ഇങ്ങനെയായിപ്പോയി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വളരെ ഗോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീലിങ്ങിൽ കൂടെയാണ്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഫീലിങ്ങിൽ കൂടെയാണ് ഈ ഒരു ആഴ്ച നിങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കടന്നു പോകുന്നത്. കാരണം എനിക്ക് കണ്ടോ ഇതിനകത്ത് മൂൺ കാർഡ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്. കാരണം വളരെയധികം സ്നേഹമൊക്കെ നിങ്ങൾക്കുണ്ട്, പക്ഷെ വളരെയധികം എക്സ്ട്രീം ഇമോഷൻസിനെ കൂടെ കടന്നു പോവാണ്. അതിൻ്റെ കാരണം മൂൺ എനർജിയാണ്. മൂൺ എനർജി എന്ന് പറഞ്ഞാൽ വളരെ മൃദുലമായിട്ടുള്ള എനർജി ആണെങ്കിലും ഇതൊരു 8 ഓഫ് സോഡ്സിൻ്റെയും 3 ഓഫ് സോഡ്സിൻ്റെ ഒക്കെ കൂടെ വരുമ്പോൾ, ഡെത്ത് കാർഡിൻ്റെ ഒക്കെ കൂടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഇൻഡ്യൂഷൻ എന്നല്ല പറയുക, ഇതൊരു മിസ്റ്റീരിയസ് ഫീലിംഗ് നിങ്ങൾക്ക് തരും. മിസ്റ്റീരിയസ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഏതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആരൊക്കെയോ നമുക്കിട്ട് പണി തരാമെന്നുള്ളൊരു തോന്നൽ വരിക, എന്തൊക്കെയോ എൻ്റെ പിന്നിൽ കൂടെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളും വിചാരിക്കാത്ത കാര്യങ്ങളും നടക്കുന്നു, ആരൊക്കെയോ എന്തൊക്കെയോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നു, ഇങ്ങനെയൊക്കെ തോന്നുന്ന വളരെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ കാര്യങ്ങൾ അറിയാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കേണ്ടാവും മറ്റുള്ളവരുടെ കാര്യത്തിൽ. അപ്പം നിങ്ങളത് എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ ഒരു വേദന, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രത്യേക ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ വന്നേക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു പ്രത്യേക പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇനി ഡെത്ത് കാർഡാണ് ഇത് കാണിക്കുന്നത്. ഇതാണ് അതിൻ്റെ കാരണം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ 3-4 കാർഡ്, അതായത് 3 ഓഫ് സോഡ്സ്, 9 ഓഫ് സോഡ്സ്, പിന്നെന്താണ് മൂൺ കാർഡ്, കിങ് ഓഫ് കപ്സ്, ഈ പറയുന്ന 3 കാർഡിനും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു കാർഡാണ് ഡെത്ത് കാർഡ്. ലിറ്ററലി ഡെത്ത് അല്ല. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സൈക്കിൾ കഴിയുക, അല്ലെങ്കിൽ പ്രത്യേക ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് പുതിയൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ഇടനാഴി എന്നൊക്കെ പറയില്ലേ, ഒരു വഴി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഇടനാഴി വന്നിട്ട് വേറൊരു വഴി കൂടെ പോകണമെങ്കിൽ അത് കടക്കണമെങ്കിൽ നമ്മൾ ചില ഗെയിംസിലൊക്കെ കാണുന്ന പോലെ അതുപോലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ
ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ നടക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത് ഇന്ന് നിങ്ങൾക്കാണെങ്കിൽ നാളെ അത് വേറൊരാൾക്കായിരിക്കും. അത് മസ്റ്റ് അങ്ങനെയാണ്. ഓക്കെ, പ്രകൃതിയുടെ നിയമമാണ്. ഈ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോയാലാണ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ ഇനിയുള്ള കാലത്ത്. ഓക്കെ, അപ്പോൾ ഈ പായൽ നമ്പർ 3 ഇപ്പോൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ഒരു ഇത്തിരി മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ശ്രമിക്കുക. കാരണം നമുക്ക് വിഷമം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വിഷമങ്ങൾക്ക് ഒരു വരയിടണം നമ്മൾ. കാരണം ഈ വിഷമിച്ചിരുന്നതുകൊണ്ടും ടെൻഷൻ അടിച്ചതുകൊണ്ടും നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. അപ്പം നമ്മുടെ ജീവിതത്തിലെ ചില ബാലൻസ്, കോയിൻസ് ഏതിൽ കൂടുതൽ ഇടേണ്ടതെന്ന് വെച്ചാൽ കൂടുതൽ ഇടേണ്ടതിൽ കൂടുതൽ ഇട്ടിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾക്കൊരു പുതിയ പാഷനേറ്റ് ആയിട്ടുള്ള ചെറിയ സ്റ്റെപ്പ്, അതായത് പേജ് ഓഫ് വാൺസ്, ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫയർ എനർജി ഒക്കെ നിങ്ങൾക്ക് വന്ന് പുതിയൊരു സ്റ്റെപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ, ഇപ്പോൾ ഒരു ന്യൂ ഫ്രഷ് സ്റ്റാർട്ട്, ചെറുത്, ഇപ്പോൾ കയ്യിലുള്ളത് വെച്ചിട്ട് അല്ലെങ്കിൽ കയ്യിലുള്ള സ്നേഹം വെച്ച്, കയ്യിലുള്ള പാഷൻ വെച്ച് ഒരു പുതിയ ഉണർവിലേക്ക് നിങ്ങൾക്ക് വരാൻ ഈ ബാലൻസിങ് എനർജി വന്നാൽ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബാലൻസിങ് എനർജി വന്ന് ഈ പേജ് ഓഫ് വാൺസിൽ കൂടെ നമ്മൾ പോയി അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പിന്നീട് ഒരു എംബ്രർ പൊസിഷനിലേക്ക് നമ്മൾ വരികയാണ്. എങ്ങനെ? വളരെ സ്റ്റേബിളായിട്ട്, വളരെ സക്സസ്ഫുള്ളായ, വളരെ കേപ്പബിളായ, വളരെ എന്താ പറയുക, എല്ലാ തരത്തിലും ഏത് ജീവിതത്തിൻ്റെ അവസ്ഥയിലാണ് നിങ്ങൾ ഈ വേദനിക്കുന്നത്, ആ ഒരു വേദനയുടെ അവസ്ഥയിലെ പുതിയൊരു തുടക്കത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു എംബ്രർ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഈ വേദനയെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? കാരണം നമുക്ക് പെയിൻസ് നമ്മുടെയൊക്കെ എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഇപ്പം ഈ പറയുന്ന എനിക്കും വേദനകളൊക്കെ ഉണ്ടാവും. ഓക്കെ, ആ വേദനകൾ ഉണ്ടായാൽ വേദന ഉണ്ടായി കരഞ്ഞ് തീർക്കണം. പക്ഷെ അത് കൊണ്ടു നടന്നാൽ അത് നമുക്ക് വളരെയധികം പ്രശ്നങ്ങളും ഡിപ്രഷനും ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഹെൽത്താണ്. അപ്പോൾ വരുന്ന ഒരാഴ്ചയിലത്തെ ഫയൽ നമ്പർ 3യുടെ ഹെൽത്ത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തൊക്കെ വരുന്നതെന്ന് നമുക്ക് അറിയണ്ടേ. ഈ കാർഡ്സ് ഞാൻ എടുക്കുന്നില്ല, കാരണം അത് മറിഞ്ഞ് ഒരുപാട് കാർഡ്സ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാർഡ് കൂടെ തുറന്നിരിക്കണ്ടല്ലോ. ഓക്കെ. ഹെൽത്ത് വൈസ് ഓക്കെ, അഗെയിൻ ഹെൽത്ത്. ഓക്കെ, സോ എനിക്കിവിടെ കാണാൻ പറ്റണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങളെ വളരെയധികം ചിന്തിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പിടികിട്ടാത്ത എന്തെങ്കിലും ആയിരിക്കാം, ചിലപ്പോൾ പിടി കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം. പിടി കിട്ടിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോരാൻ, അതിൻ്റെ ഒരു കംപ്ലീഷൻ്റെ, അതിൻ്റെ ഒരു അവസാനം കണ്ടെത്തി പുതിയൊരു ചികിത്സാ വിധി നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റിസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ട്, അതിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്, ലോങ് ടൈം ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക്, അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അനലൈസേഷൻ ഈ ഒരു കാര്യത്തിൽ മെഡിക്കൽ ഫീൽഡിൽ കിട്ടാനും അതിനനുസരിച്ച് പുതിയൊരു ട്രീറ്റ്മെൻറ്റ് യൂണിവേഴ്സൽ ഇൻ്റർവെൻഷനോട് കൂടി നിങ്ങൾക്ക് വരാനും സാധ്യതയുണ്ട്. അതാണ് ഈ ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നത്. പിന്നെ പഴയ കാര്യങ്ങളിൽ, അതായത് പഴയ മെമ്മറീസ്, പഴയ പാസ്റ്റ്, അതായത് മെൻ്റൽ ഹെൽത്ത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇമോഷണലി മെൻ്റൽ ഹെൽത്ത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇതിനകത്ത് വിടും. പെട്ടിരിക്കുകയാണെന്നുള്ള തോന്നൽ, എന്തെങ്കിലുമൊക്കെ പെട്ടിരിക്കുകയാണെന്നുള്ള തോന്നൽ, ആ പാസ്റ്റിൻ്റെ ഒരവസ്ഥയിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ, അതിൽ നിന്നും നിങ്ങൾ പോകണം. കാരണം അതിന് കംപ്ലീഷനായി. ഓക്കെ, അതൊരു കംപ്ലീഷനായ സർക്കിളാണ്. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു യൂണിവേഴ്സൽ ഇൻ്റർവെൻഷൻ എഗെയിൻ വരും എന്നാണ് അതിനകത്ത് കാണിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് അതിനകത്ത് കറക്റ്റായിട്ടുള്ള നീതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്തൊരു കറക്റ്റായിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ആവശ്യമായിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ഡിസ്കഷന് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിനോ ആരെങ്കിലോടും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് അത് പരിഹരിക്കണം.
അപ്പം നമ്മൾക്ക് എനിക്ക് ഇതിനകത്തൊരു ക്യൂൻ ഓഫ് കപ്സ് കാണുന്നുണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ ഒരു ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ ലെവല് വളരെ അത്യാവശ്യത്തിന് ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു ലെവലിലുണ്ട്. ക്യൂൻ ഓഫ് വാൺസും കാണുന്നുണ്ട്, ഫയർ എനർജി കറക്റ്റ് ആയിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഉള്ള പ്രോബ്ലം എനിക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് ശരീരത്തെക്കാൾ കൂടുതൽ മനസ്സിനാണ് പ്രോബ്ലം. എനിക്ക് ഇതിനകത്ത് മെൻ്റൽ ഹെൽത്ത് ആണ് ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് ചികിത്സിക്കാൻ തയ്യാറാവണം. അതൊരു ഹെൽത്ത് ഇത് തന്നെയാണ്, മനസ്സിലായോ? ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണാനോ അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനും മുതിരണം. കാരണം പണ്ടത്തെ കാലമൊന്നുമല്ല. നമ്മുടെ വിചാരം ഒരു സൈക്കോളജിസ്റ്റിനെ കാണാമെന്ന് പറഞ്ഞാൽ ഭ്രാന്തുള്ളവരാണ് കാണാം. അങ്ങനെയല്ല കേട്ടോ. ഇവിടെയൊക്കെ 14 വയസ്സായ കുട്ടിയും 18 വയസ്സായവരൊക്കെ ഇത് കാണും. കാരണം ചില അഗ്രഷൻ ബിഹേവിയേഴ്സൊക്കെ അവർക്ക് ചില മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതങ്ങനെ സാധ്യമാവും. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ തിരിച്ചറിയാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക് അടുത്തൊരാഴ്ചയും. What is the message for part number 3? Acceptance. നിങ്ങൾ എന്തെങ്കിലും കാര്യം യൂണിവേഴ്സിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥയെ യൂണിവേഴ്സ് അക്സെപ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞു ജസ്റ്റിസ് വരാണ്. വണ്ടർഫുൾ. ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് വരാണ്. ഓക്കെ, നിങ്ങളുടെ കരച്ചിൻ്റെയും പ്രശ്നങ്ങളുടെയൊക്കെ ഇതിൽ നിന്നും മാറി നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ട് വരാണ്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ സഹായം ചോദിക്കാൻ മടിക്കാതിരിക്കുക. കാരണം ഇതിനകത്ത് ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്കുള്ളവരാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടവരാണെങ്കിൽ സ്വീകരിക്കാൻ മടി കാണിക്കാതിരിക്കുക. അപ്പം യൂണിവേഴ്സിൻ്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥേനെ അക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാൻ പഠിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നുണ്ട് യൂണിവേഴ്സ് എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അത് മുഖേന ഒരു പുതിയ സ്റ്റാർട്ട്, ഇപ്പോൾ ഒരു വേൾഡ് സിറ്റുവേഷൻ, അതായത് കംപ്ലീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫീലിംഗ് ആണ് കാണുന്നത്, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഫീലിംഗ് ആണ്. ആഫ്റ്റർ ദാറ്റ് യു വിൽ ഗെറ്റ് എ ന്യൂ ബിഗിനിങ്. ഓക്കെ, ഫ്രഷ് ബിഗിനിങ്. അപ്പം നമ്പർ 3 കിട്ടിയവർ എസ്പെഷ്യലി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇത്തിരി കൂടെ എന്താ പറയുക, ഫോർവേഡായിട്ട് ചിന്തിക്കുക, സങ്കടങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്ക്, വളരെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള വീക്ക് ഞാൻ ആശംസിക്കുകയാണ്. മൺഡേ ട്യൂസ്ഡേ നമ്മൾ വീഡിയോസ് ഇടാറില്ല. പ്രത്യേകിച്ച് കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല, ഞാനിവിടെ ഇല്ല, അതുകൊണ്ടാണ്. മൺഡേ ട്യൂസ്ഡേ ഞാനിവിടെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. വെനസ്ഡേസ് തുടങ്ങിയാണ് നമ്മൾ വീഡിയോ ഇടുകാറ്. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ളൊരു വീക്ക് അഹെഡ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.